കഴിഞ്ഞ ആഴ്ച 4 ട്രേഡിംഗ് സെഷനുകളിലും മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 26,000, 26,200 തുടങ്ങിയ പ്രധാന മൈൽ സ്റ്റോണുകൾ ക്രോസ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻഡെക്സിൻ്റെ വ്യൂ പോസിറ്റീവ് ആണെന്നാണ് പല അനലിസ്റ്റുകളും അവകാശപ്പെടുന്നത്. അതേസമയം ലോങ് ഷോർട്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ 80% എന്ന ലെവലിലേക്ക് ലോങ് ഷോർട്ട് റേഷ്യോ എത്തിയിരിക്കുന്നു. മന്ത്ലി RSI 80 എന്ന ലെവലിനെ മറികടന്നു. ഇത് രണ്ടും മാർക്കറ്റ് ഓവർ ബോട്ട് സോണിലാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് ഓവർ ബോട്ട് സോണിലാണ്. മാർക്കറ്റിൽ കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തണം. പക്ഷേ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബുള്ളിഷ് മൊമെൻറ്റം നിലനിൽക്കുന്നെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 26,500 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്, 26,000, 25,700 തുടങ്ങിയവയായിരിക്കും ഇൻഡെക്സിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 54,500 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ 53,600 ഒരു ക്രൂഷ്യൽ ലെവലായി പ്രവർത്തിക്കും. 53,600 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ 53,000, 52,800 തുടങ്ങിയ ലെവലുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഇടിയാൻ സാധ്യതയുണ്ട്. ഇനി വളരെ അട്രാക്റ്റീവായിട്ടുള്ള ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്ന 3 സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ 248 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1.29 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 6.7, ഡിവിഡൻഡ് ഈൽഡ് 3%. 6 മാസം കൊണ്ട് 7% നെഗറ്റീവ് റിട്ടേൺ നൽകിയതാണ്. എയർടെൽ ഡേറ്റിൽ സ്റ്റോക്ക് 6% റിട്ടേൺ മാത്രമാണ് നൽകിയത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. 230, 235 സോണിനടുത്ത് സ്റ്റോക്കിൽ ഒരു ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്നിരുന്ന ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും വന്നു കഴിഞ്ഞു. സ്റ്റോക്കിന് 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് ബോട്ടം പാറ്റേൺ ഫോർമേഷൻ ലഭിച്ചു. ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങി. RSIയും ഒരു ബുള്ളിഷ് ഡൈവർജൻസ് സിഗ്നലാണ് നൽകുന്നത്. ഈ പാരാമീറ്ററുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കിനെ 248, 250 തുടങ്ങിയ സോണുകളിൽ അക്കുമുലേറ്റ് ചെയ്യാം. സ്റ്റോക്കിൽ 270 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. 229 രൂപ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ അനലിസ്റ്റാണ് ഈ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് കാനറ ബാങ്ക്. കാനറ ബാങ്ക് എന്ന സ്റ്റോക്കിലും ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ 102, 103 തുടങ്ങിയ റേഞ്ചുകളിൽ കാണാൻ സാധിക്കും. 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്കിൽ ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് സമാനമായ രീതിയിലുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കാനറ ബാങ്ക് എന്ന സ്റ്റോക്കിലും വന്നു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാനറ ബാങ്ക് എന്ന സ്റ്റോക്കിൽ വരും ദിവസങ്ങളിൽ ബൈയിങ് മൊമെൻറ്റം തുടരാൻ സാധ്യതയുണ്ട്. 112, 113 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. 122 രൂപയുടെ ടാർഗറ്റാണ് ആനന്ദ് റാഠിയുടെ അനലിസ്റ്റ് നൽകുന്നത്. 107 രൂപ ക്ലോസിംഗ് ബേസിസിൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റോക്ക് SBI കാർഡ്. 933 എന്ന നിയർ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് 30% കറക്റ്റായി 787 എന്ന ലെവലിലെത്തിയിട്ടുണ്ട്. 675 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ഒരു സ്ട്രോങ് ബേസ് ഫോർമേഷൻ വന്നു കഴിഞ്ഞു. അവിടെ നിന്നും സ്റ്റോക്ക് 700 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകുകയും 750 മുകളിൽ 787 കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനും ബുൾ ക്രോസും സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. കൂടാതെ സ്റ്റോക്ക് കഴിഞ്ഞ 3 വർഷമായി ഫോളോ ചെയ്തു വന്ന ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ 770-നും 790-നും ഇടയിൽ SBI കാർഡിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 875 രൂപയുടെ ടാർഗറ്റാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. 735 രൂപയെ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. SBI കാർഡ് എന്ന സ്റ്റോക്കിലും സ്ട്രോങ് ബുള്ളിഷ് പാറ്റേൺ ആണ് കാണുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്